കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ഭൂപടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തെ പൊതുരാഷ്ട്രീയത്തിൻ്റെ മുഖ്യ അജണ്ടകളിലേക്ക് കൂട്ടിച്ചേർത്തതിൽ പ്രമുഖമായ പങ്കുവഹിച്ച ആളാണ് സഖാവ് വി എസ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ ജനകീയ സമരങ്ങളുടെ ഇടങ്ങളിലേക്ക് സഖാവ് വി എസ് എത്തിയപ്പോൾ ആ സമരങ്ങൾക്കുണ്ടായ ഊർജം ചെറുതായിരുന്നില്ല. ഞാൻ ഉൾപ്പെടെ പങ്കാളിയായ ആറന്മുള സമരമായാലും ചെമ്പൻമുടി സമരമായാലും ആ സമരങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവേശമായി സഖാവ് വി എസ് എത്തിച്ചേർന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. ക്വാറികൾക്കെതിരായി, അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരായി ശക്തമായ സമരം നടക്കുന്ന അവസരത്തിലാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ എന്നെ കാരണമെന്ന് വി എസ് ആവശ്യപ്പെടുന്നതും എൻ്റെ കൂടി അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ചെമ്പൻമുടിയിലേക്ക് സഖാവ് വി എസ് എത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ വലിയ ആവശ്യത്തിലേക്ക് ഞങ്ങളെല്ലാം എത്താറുണ്ട്. ആ മലമുകളിലേക്കെത്തി അനധികൃതമായി പ്രവർത്തിക്കുന്ന കോളുകൾക്കെതിരായ സമരത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു പങ്കാളിത്തം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം കൊണ്ട് തന്നെ വലിയ വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലെത്തുകയായിരുന്നു. ആറന്മുളയിൽ വിമാനത്താവളത്തിനെതിരായ സമരത്തിൻ്റെ കാര്യത്തിലും ഞങ്ങളെല്ലാം അതനുഭവിച്ചതാണ്. ഇതൊരു ആറന്മുളയുടെയോ ഇതൊരു ചെമ്പൻമുടിയുടെയോ മാത്രം കാര്യമായിരുന്നില്ല. കേരളത്തിലെ എണ്ണം പറഞ്ഞ സമര കേന്ദ്രങ്ങളിലേക്ക് പരിസ്ഥിതിയും ജനതയും തമ്മിലുള്ള ബന്ധത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പല ഒരു പറഞ്ഞിട്ടുള്ള അത് മതികെട്ടാഞ്ചോലയുടെ പ്രശ്നമായാൽ അടക്കം എവിടെയെല്ലാമാണോ പരിസ്ഥിതിക്ക് പോറലേൽക്കുന്നത്, എവിടെയെല്ലാമാണോ സാധാരണ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അവിടങ്ങളിലേക്കെല്ലാം സഖാവ് വി എസ് ഓടിയെത്തി. സഖാവ് വി എസിൻ്റെ സാമീപ്യം തന്നെ ആ സമരങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കുന്നതിലേക്കെത്തി. സ്ത്രീ പീഡകരോട് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ആ കാര്യത്തിലെല്ലാം ശക്തമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജനകീയ സമരങ്ങൾ എന്നത് സഖാവ് വി എസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായി മാറിയത്. അങ്ങനെയുള്ള ഒരാൾ വിടവാങ്ങുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു വിടവായി തന്നെ കേരളത്തിന് മുമ്പിൽ അനുഭവപ്പെടുകയാണ്. ജനകീയ സമരങ്ങളുടെ മുന്നണിയിൽ ആ പേരുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആവേശം വിതറിയാണ് സഖാവ് വി എസ് എന്നത്. അനുഭവങ്ങൾ ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും വി എസ് എന്നത് ആവേശകരമായ ഒന്നായി മാറിയത് തങ്ങളുടെ ജീവിതത്തെ അദ്ദേഹം സ്വാധീനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ തൻ്റെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ഒരാൾക്കാവുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. മഹാനായ വി എസ് എന്ന് അങ്ങനൊരു വാക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അങ്ങേയറ്റം പാവങ്ങളും സാധാരണക്കാരുമായ ജനങ്ങളുടെ ജീവിതത്തെ തൊട്ടാണ് അദ്ദേഹം തൻ്റെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത്. അത് ഐതിഹാസികമായ പുന്നപ്രവയലാർ സമരത്തിൻ്റെ ഭാഗമായിട്ടായാലും കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലായാലും എല്ലാം നമ്മളത് കണ്ടതാണ്. കേരളത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നെപ്പോലെയുള്ളവർക്ക്, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്കെല്ലാം ഈ കാലഘട്ടത്തിൽ നടന്ന എണ്ണമറ്റ സമരങ്ങൾ, അത് പ്ലാച്ചിമടയിലെ ആയാൽ, എൻഡോസൾഫാൻ വിഷയവുമായി ബന്ധപ്പെട്ടായാൽ, അത് ഈ നാട്ടിൽ നടന്ന അസംഖ്യം ജനകീയ സമരങ്ങൾ, അനധികൃതമായ മണൽ ഖനനത്തിനെതിരെയായാൽ, കാട് കയ്യേറ്റത്തിനെതിരെയായാൽ, അങ്ങനെ കേരളം കണ്ട എണ്ണം പറഞ്ഞ ജനകീയ സമരങ്ങളെ പരിസ്ഥിതി പ്രശ്നങ്ങളെന്ന് മാത്രം പറഞ്ഞ് മാറ്റി നിർത്തിയവയെ എല്ലാം ജനകീയ പ്രശ്നങ്ങളും ജനകീയ സമരങ്ങളുമാക്കി മാറ്റി തീർക്കുന്നതിൽ സഖാവ് വി എസ് വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പരിസ്ഥിതി രാഷ്ട്രീയം എന്നത് പൊതുരാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് എന്നും അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് എന്ന് സഖാവ് വി എസ് നിലപാടെടുത്തപ്പോൾ കേരളം ആ വഴികളിലൂടെ നീങ്ങുന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം. അങ്ങനെ അത്തരത്തിലേക്ക് നിന്ന ആളുകളിൽ പ്രമുഖമായൊരു പങ്ക് സഖാവ് വി എസിനും ഉണ്ടായി. സഖാവ് വി എസ് അത്തരത്തിലൊരു നേരിട്ടൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. സഖാവ് വി എസിൻ്റെ വേർപാടൊരു വലിയ ശൂന്യത തന്നെയാണ് നമ്മുടെ നാടിനെ ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്.